Hi everyone. In this session, we are going to study about a theorem that is called Fermat's theorem. Okay, Fermat's theorem, which is a very important topic. Fermat's theorem. അപ്പോൾ ഈ ഫെർമാറ്റ്സ് തിയറത്തിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ you have to take two numbers and one number should be a prime number and another number can be any integer, let it be a, okay, such that ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് p does not divides a. p does not divides a. p നെ a കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൈം നമ്പറും ഒരു ഇൻറ്റിജറും വേണം എടുക്കാൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a റൈസ് ടു p മൈനസ് 1 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡ് p എന്ന് വിളിക്കാം. ഇതാണ് ഇക്വേഷൻ. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫെർമാറ്റ്സ് തിയറം എന്താ പറയുന്നത്? We have to consider two numbers. One should be a prime, another should be an integer, such that p does not divide a. Then I can write a raised to p minus 1 is congruent to 1 mod p. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഈ ഇക്വേഷൻ നമുക്ക് വേണം. നമുക്ക് നോക്കാം. പ്രൂവ് ചെയ്യുന്നതിന് നമ്മുടെ ഇക്വേഷൻ എന്താണ്? a റൈസ് ടു p മൈനസ് 1 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡ് p എന്നാണ്. അതവിടെ നിൽക്കട്ടെ. എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഫസ്റ്റ് നോക്കാം. a ഈസ് ഈക്വൽ ടു 2 എന്നും p എന്ന് പറയുന്നത് 5 എന്നും എടുക്കാം. അപ്പോൾ p ഒരു പ്രൈം നമ്പറാണ്. a എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ഞാൻ 2 എടുത്തു, സച്ച് ദാറ്റ് p ഡസൻറ്റ് ഡിവൈഡ്സ് 2. ദാറ്റ് മീൻസ് 5 ഡസൻറ്റ് ഡിവൈഡ്സ് 2. അപ്പം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് a റൈസ് ടു p മൈനസ് 1 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡ് p എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ടോയ്ഷൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ടോയ്ഷൻ ഫംഗ്ഷൻ അതേമാതിരിയാണ്, പക്ഷേ ടോയ്ഷൻ ഫംഗ്ഷൻ അല്ല ആ രീതിയിൽ. അതായത് ഫസ്റ്റ് ഞാൻ p മൈനസ് 1 എന്ന് പറയുന്ന സെറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. p മൈനസ് 1 എത്രയായിരിക്കും? ഇവിടെ p 5 ആണെങ്കിൽ p മൈനസ് 1 എന്ന് പറയുന്ന സെറ്റിനകത്ത് ഏതൊക്കെ കാണും? 1 കാണും, 2 കാണും, 3 കാണും, 4 കാണും. p മൈനസ് 1 സെറ്റ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ p മൈനസ് 1 സെറ്റിനകത്തുള്ള ഓരോ ആൾക്കാരെയും ഞാൻ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. തന്നിരിക്കുന്ന a കൊണ്ട് ഈ ആൾക്കാരെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എത്ര സെറ്റ് കിട്ടും? അതായത് 1, അതായത് a, 2a, 3a, 4a എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 4 വരെയുള്ളൂ. സോ ഐ ക്യാൻ സേ ദാറ്റ് 2 ഇൻറ്റു 1 ഒരു സെറ്റ്. അടുത്ത വീണ്ടും ഞാൻ 2ൻ്റെ, അതായത് എൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. എൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെ എടുക്കണം? p മൈനസ് 1 വരെയുള്ളത് എടുക്കണം. അപ്പം 2 ഇൻറ്റു 1 എടുത്തു. അടുത്ത ഞാൻ എന്തെടുത്തു? 2 ഇൻറ്റു 2 എടുത്തു. നെക്സ്റ്റ് 2 ഇൻറ്റു 3 എടുത്തു. അടുത്തത് 2 ഇൻറ്റു 4 എടുത്തു. ഇതാണ് എൻ്റെ പുതിയ സെറ്റ് എന്ന് പറയുന്നത്. ഇതിനെന്തെന്ന് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം? ഇത് a, ഇത് 2a, ഇത് 3a, ഇത് 4a ആണ്. ഓക്കെ, ഇത്ര എടുത്തു. ഇനി ചെയ്യേണ്ടത്, ഇനി ഞാൻ ഈ പറയുന്നത് പോലെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ നോക്കും നിങ്ങൾ? അതായത് ഈ തന്നിരിക്കുന്ന സെറ്റ്, അതായത് 2, ഇതിനെ ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് എഴുതുവാണ്. ഇത് 2, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 4 8. ഇതാണ് സെറ്റ്, ശരിക്കുള്ള സെറ്റ് ഇതാണ്. എനിക്കിതും വേണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 2 4 6 8. ഈ സെറ്റിനകത്തുള്ള എനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ സെറ്റാണ് 2 4 6 8. ഈ സെറ്റിനകത്തുള്ള ആൾക്കാരെ ഞാൻ മോഡ് p വെച്ച് ചെയ്യാം. ഇവിടെ p എന്ന് പറയുന്നത് 5 ആണ്. മോഡ് 5 വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് നമ്പേഴ്സ് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 2 എടുക്കുക. ഫസ്റ്റ് സെറ്റിനകത്ത് കിടക്കുന്ന 2 മോഡ് p എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 5 ആണ്. സോ 2 മോഡ് 5 എത്രയാണ്? 2 ആണ്. നെക്സ്റ്റ് 4 മോഡ് 5 എത്രയാണ്? 4 തന്നെയാണ്. നെക്സ്റ്റ് 6 മോഡ് 5 എത്രയാണ്? 1 ആണ്. അടുത്തത്
8 mod 5 എത്രയാണ്? 8 mod 5 ഈസ് ഈക്വൽ ടു 3 ആണ്. ഇനി നിങ്ങൾക്ക് ആ കിട്ടിയ റിമൈൻഡേഴ്സിനെ ഒന്ന് ചെക്ക് ചെയ്തേ. നമുക്കിപ്പോൾ കിട്ടിയ റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 1, 3 ഇത് തന്നെയല്ലേ നമ്മുടെ P-1 കിടക്കുന്നത്? P-1 കിടക്കുന്നത് ഒരു ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. എനിവൈസ് നമുക്ക് P-1 കിടക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് റിമൈൻഡേഴ്സും കിട്ടുന്നു. ഓക്കെ, ഇതിനെ ഞാനിനി ഇപ്പുറത്തേക്ക് റീറൈറ്റ് ചെയ്യുവാണ്. എങ്ങനെ റീറൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി കോൺഗ്രുവൻസ് ഓഫ് the right hand side and the left hand side, where the left hand side is definitely a into 2a into 3a into 4a ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 into 1 അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സോ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് 2 into 1. ആ സെറ്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുവാണ്. 2 into 1 ചെയ്തു, 2 into 2 ചെയ്തു, 2 into 3 ചെയ്തു, 2 into 4 ചെയ്തു. ഓക്കെ, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കും. ദിസ് when I am dividing a into 2a into 3a into 4a is congruent to എന്തെന്ന് പറയാം എനിക്ക്? 1 into 2 into 3 into 4 mod 5 എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഞാൻ ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു 2, 4 ഇതെന്ന് പറയുന്നത് 2 ആണ്, ഇത് 4, ഇത് 6, 8. ഈ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സാണ് 1, 2, 3, 4 ഇൻ സം ഓർഡർ അല്ലേ? ഏതോ ഒരു ഓർഡറിലാണ്, ഒരേ ഓർഡറിലല്ല, ബട്ട് ഇത്രയും നമ്പേഴ്സ് കിട്ടുന്നുണ്ട്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഇക്വേഷന് ഇത് എത്ര ടൈംസ് 2 വന്നു? 2, 2, 2, 2, 2 power 4 ടൈംസ് വന്നു. ഇൻറ്റു ഇതെന്താണ്? 1, 2, 3, 4. ഇറ്റ്സ് നത്തിങ് ബട്ട് 4 ഫാക്ടോറിയൽ ആണ്. ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇതിന് എന്തെന്ന് എഴുതാം? 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. മോഡ് എന്താണ്? 5, which we can write as 2 raised to 4. ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്തു. ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇനി എന്ത് കിട്ടും? 1 mod 5. ഇതിനെ ഒന്ന് ജനറൽ ഇക്വേഷൻ ആക്കുമ്പോൾ എന്ത് പറ്റും? 2 എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ 2 എന്ന് പറയുന്നത് എ ആണ്. സോ എ. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? P5 ആയിരുന്നു. അപ്പോൾ 4 എന്തായിരിക്കും? P-1. സോ a റൈസ് ടു P-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്ത് വരും? 1 mod 5 ഈസ് നത്തിങ് ബട്ട് P. ഇത് തന്നെയല്ലേ ഈ ഇക്വേഷൻ? a റൈസ് ടു P-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് തിയറത്തിനകത്തേക്ക് പോകാം. അപ്പോൾ തിയറം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മുടെ തിയറത്തിൻ്റെ കണ്ടൻറ്റ് എഴുതണം, സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് പി ബി എ പ്രൈം, ഒരു പ്രൈം നമ്പറാണ്. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ എന്താണ് നമ്മളെടുത്തത്? ഈസ് ആൻ ഇൻറ്റിജർ. എന്തായിരിക്കണം കണ്ടീഷൻ? വി ഹാവ് എ കണ്ടീഷൻ സച്ച് ദാറ്റ് പി എന്ന് പറയുന്നത് does not divides എന്തായിരിക്കും? എ ആയിരിക്കും. ദാറ്റ് മീൻസ് പി does not divides എ ആയിരിക്കും. അങ്ങനെ ആണ് എങ്കിൽ then I can write a raised to P-1 is congruent to 1 mod P എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൂഫ് ആദ്യമേ ചെയ്യുന്നത്, യു ഹാവ് ടു ഫസ്റ്റ് കൺസിഡർ ഫസ്റ്റ് P-1 പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് എ. P-1 മൾട്ടിപ്പിൾസ് ഓഫ് എ. നേരത്തെ നമ്മൾ ചെയ്തത് P-1 എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. P5 ആയിരുന്നു. അപ്പോൾ 1, 2, 3, 4 വരെ എടുത്തു. അപ്പം ഇതിനെല്ലാം ഞാൻ എ കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. സോ ഐ ഹാവ് ടു ഫസ്റ്റ് കൺസിഡർ P-1 മൾട്ടിപ്പിൾസ് ഓഫ് എ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? കൺസിഡർ ദ ഫസ്റ്റ് P-1 മൾട്ടിപ്പിൾസ് ആകുമ്പം എ വരും, 2a വരും, 3a വരും, 4a വരും, എക്സെട്ര അപ് ടു P-1 ഇൻറ്റു എ വരും. ഓക്കെ, which is congruent to കോൺഗ്രുവൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കോൺഗ്രുവൻസ് നോക്കുമ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണമെല്ലാം. ഇതിനെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്തായിരിക്കും? എങ്ങനെയായിരിക്കും കോൺഗ്രുവൻസ് വരിക? 1 ഇൻറ്റു ഏതെങ്കിലും ഒരു ഓർഡറിൽ എനിക്ക് ഇത്രയും എന്ത് കിട്ടും? റിമൈൻഡേഴ്സ് കിട്ടും. ഏതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? മോഡ് പി ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ എത്ര എ കാണും? എ റൈസ് ടു P-1 എ കാണും. ഇൻറ്റു എത്രയാണ്? P-1 ഫാക്ടോറിയലും കാണും. ഈസ് കോൺഗ്രുവൻറ്റ് ടു
ഇവിടെ എത്ര വരും? p minus 1 ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും മോഡ് p. ദിസ് ക്യാൻ ബി, the like terms get cancelled and a raised to p minus 1 is congruent to 1 mod p എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഫെർമാറ്റ്സ് തിയറം പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കൊറോളറി പാർട്ടുണ്ട്. അപ്പോൾ കൊറോളറി പാർട്ടിനകത്ത് നമ്മൾ പറയുന്നത് ഇതാണ്. നമുക്കതും കൂടി നോക്കാം. കൊറോളറി പാർട്ട് നോക്കാം. അപ്പം അതിനകത്ത് പറയുന്നത് ഇഫ് പി ഇസ് എ പ്രൈം, പി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹിയർ വി ഹാവ് നോ റെസ്ട്രിക്ഷൻസ് ലൈക്ക് പി ഡസൻറ്റ് ഡിവൈഡ്സ് എ, നോ സച്ച് റെസ്ട്രിക്ഷൻ. സോ ലെറ്റ് പി ഇസ് എ പ്രൈം, ദെൻ ഐ ക്യാൻ റൈറ്റ് എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എ റൈസ് ടു പി, ഇവിടെയാണ് എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് കേസസ് വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കേസ് നമ്മൾ നോക്കണം. സോ വാട്ട് ഈസ് ദ കൊറോളറി പാർട്ട്? ഇഫ് പി ഈസ് എ പ്രൈം, ഹിയർ we have no restrictions like p divides a, p does not divides a, no restrictions like that. So I can write the formula a raised to p is congruent to a mod p. ഓക്കെ, ഇനി റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പം ഏത് നമ്പർ വേണമെങ്കിലും വരാം അല്ലേ? അതായത് പി ഡിവൈഡ് ചെയ്യുന്നോ, പി ഡിവൈഡ്സ് ചെയ്യും വരാം, പി ഡസൻ ഡിവൈഡ്സ് ചെയ്യും വരാം. അപ്പം ഞാൻ ആദ്യത്തെ കേസ് എടുക്കുവാണ്. കേസ് 1-നകത്ത് പറയുന്നത് ഇഫ് പി ഡസൻ ഡിവൈഡ്സ് എ, ഇഫ് പി ഡസൻ ഡിവൈഡ്സ് എ എന്നുള്ള രീതിയിൽ എടുക്കുവാണ്. പി ഡസൻ ഡിവൈഡ്സ് എ എന്നുള്ള രീതി എടുത്താൽ എനിക്ക് എന്താണ് ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് എന്ത് എഴുതാൻ പറ്റും? ബൈ Fermat's theorem, I can write the equation a raised to p minus 1 is congruent to 1 mod p എന്ന് എഴുതാം. Multiply left and right hand side with a കൊണ്ട് multiply ചെയ്യാം. So a into a raised to p minus 1 is congruent to a mod p എന്ന് എഴുതാം. a into a raised to p minus 1 നെ എനിക്ക് എന്തെന്ന് എഴുതാം? a raised to p is congruent to a mod p എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഈ രീതിയിൽ വരും. ഓക്കെ, a raised to a into a raised to p minus 1 ഇനി എനിക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ a raised to p is congruent to a mod p എന്ന് എഴുതാം. ഇത് ഒരു കണ്ടീഷൻ, അതായത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് p ഡിവൈഡ്സ് ചെയ്യുകയാണെങ്കിലോ, p ഡിവൈഡ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഡിവൈഡ്സ് എ ആണെങ്കിൽ, ഇഫ് പി ഡിവൈഡ്സ് എ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഇഫ് പി ഡിവൈഡ്സ് എ ആണെങ്കിൽ എയുടെ ഏത് മൾട്ടിപ്പിൾസ് എടുത്താലും, ഇപ്പോൾ എ ഇൻറ്റു എ ചെയ്താലും 2a ചെയ്താലും 3a ചെയ്താലും p മൈനസ് 1 a റൈസ് ടു p മൈനസ് 1 ചെയ്താലും എല്ലാം സെയിം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു ഇക്വേഷനകത്തേക്ക് പ്രൂവ് ചെയ്തെത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. p divides a can be written as, എന്ത് ചെയ്യാൻ പറ്റും? p divides a ഇൻറ്റു എയുടെ ഏത് മൾട്ടിപ്പിൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ p divides a ഇൻറ്റു a റൈസ് ടു p മൈനസ് 1 അതിനകത്ത് a റൈസ് ടു p മൈനസ് 1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? എനി മൾട്ടിപ്പിൾസ് ഓഫ് a എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? p ഡിവൈഡ്സ് a അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, a ഇൻറ്റു a റൈസ് ടു p മൈനസ് 1 മൈനസ് a എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? p ഡിവൈഡ്സ് a റൈസ് ടു p, a ഇൻറ്റു a റൈസ് ടു p മൈനസ് 1 എന്താണ്? a റൈസ് ടു p ആണ്, a റൈസ് ടു p മൈനസ് a ആണ്. p ഡിവൈഡ്സ് a റൈസ് ടു p മൈനസ് a എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥമൊന്നുമില്ല. നിങ്ങളിത് ഓർക്കുന്നുണ്ടോ? ഈ ഒരു പ്രോപ്പർട്ടി ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരും. ഇഫ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു വൈ മോഡ് എൻ, ദെൻ ഐ ക്യാൻ റൈറ്റ് എക്സ് മൈനസ് വൈ ഡെഫിനറ്റ്ലി ഡിവൈഡ്സ് എൻ എന്ന് എനിക്ക് എഴുതാം. അതുപോലെ തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്താ എനിക്ക് എഴുതാം? എ റൈസ് ടു ദിസ് ഫോർമുല ക്യാൻ ബി റീറിട്ടൺ ആസ് എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാം അല്ലേ? അതായത് എ റൈസ് ടു പി മൈനസ് എ ഡിവൈഡ്സ് പി എന്നല്ലേ ഇതിൻ്റെ അർത്ഥം.
അതുപോലെ തന്നെ കിടക്കുന്നത്. അപ്പം എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് കൊറോളറി പാർട്ടിനകത്ത് രണ്ട് കണ്ടീഷൻസ് വരുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ, ഇത് സെക്കൻഡ് കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷൻ, ഇഫ് പി ഡിവൈഡ്സ് പി ഡസൻ ഡിവൈഡ്സ് പി ഡസൻ ഡിവൈഡ്സ് ആണെങ്കിൽ ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇഫ് പി ഡിവൈഡ്സ് ആണെങ്കിൽ ഈ രീതിയിൽ വേണം പ്രൂവ് ചെയ്ത് പോകാൻ. So what is the formula in the corollary part? That is a raised to p is congruent to a mod p. What is the formula for the Fermat's theorem? A raised to p minus 1 is congruent to 1 mod p. Okay, so this is all about Fermat's theorem. So in the next class we can talk about Euler's theorem. Okay, thank you.